ഹായ് ഡിയേഴ്സ്, നമുക്ക് ഇന്ന് ആധുനിക സമകാല കവിതാ സാഹിത്യത്തിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 കന്നിക്കൊയ്ത്ത് എന്നുള്ള കവിതയാണ് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ. നമുക്ക് കവിതയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് കവിയെക്കുറിച്ച് ഒന്ന് നോക്കാം. ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ 1911 മെയ് 11 അദ്ദേഹം ജനിച്ചത്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ കൊച്ചുകുട്ടൻ കർത്തയുടെയും നാണിക്കുട്ടി അമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം. സസ്യശാസ്ത്രത്തിൽ, അതായത് ബോട്ടണിയിൽ ബിരുദം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അധ്യാപകനായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് പ്രധാന അധ്യാപകനായിട്ട്, ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായിട്ടാണ് വിരമിച്ചത്. അദ്ദേഹത്തിൻ്റെ മാമ്പഴ എന്ന കവിതയൊക്കെ നമുക്കറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ്. മലയാളത്തിൽ എക്കാലത്തെയും ഒരു നൊമ്പരം ഉണർത്തുന്ന ഒരു കവിതയാണ് മാമ്പഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ പച്ചയായിട്ട് ചിത്രീകരിക്കുന്ന കവിതകൾ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. പിന്നെ 1985 ഡിസംബർ 22 രക്തസ്രാവം ബാധിച്ച് അദ്ദേഹം മരണമടയുന്നത്. അദ്ദേഹം ചങ്ങമ്പുഴയും ഇടശ്ശേരിയും അതുപോലെ പി കുഞ്ഞിരാമൻ നായരും ഒക്കെ കവിത എഴുതി തുടങ്ങിയ ആ ഒരു നാളുകളിൽ, 1930കളിൽ, ആ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹവും കാവ്യരംഗത്ത് പ്രവേശിക്കുന്നത്. എന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന കാവ്യധാരകളെയും അതുപോലെ കവിതാ മാതൃകകളെയും കാവ്യ സങ്കല്പങ്ങളെയും ഒന്നും തന്നെ അനുകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് തനതായ ഒരു കാവ്യമാർഗം ഉണ്ടായിരുന്നു കവിത രചിക്കുന്നതിൽ. പിന്നെ അക്കാലത്തെ പല കവികളും തന്നെ ചങ്ങമ്പുഴ കവിതകളുടെ അനുവർത്താക്കളായിട്ടുള്ള ആളുകളായിരുന്നു. അതുപോലെ കാവ്യഭാഷ, ജീവിത ദർശനം, അനുഭൂതി പ്രപഞ്ചം എന്നിവയിലൊക്കെ തന്നെ സ്വന്തമായൊരു മേഖല അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പൂർവ്വകാല കവിതയുമായുള്ള ബന്ധം വിച്ഛേദിക്കാതെ തന്നെ മൗലികതയോടുകൂടി പുതുമകൾ ആവിഷ്കരിക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴ കവിതയിലെ അതിഭാവുകത്വം, മാധുര്യപക്ഷപാതം, അതിവൈകാരികത ഇതിനെയൊക്കെ തീർത്തും ഒഴിവാക്കി തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലാണ് തൻ്റെ കവിതയുടെ മഷിപ്പാത്രം എന്ന് പ്രഖ്യാപിച്ച ഒരു കവി കൂടിയാണ് ശ്രീ വൈലോപ്പിള്ളി. പിന്നെ അദ്ദേഹത്തിൻ്റെ കടൽക്കാക്കകളുടെ അവതാരികയിൽ P.A. വാര്യർ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പറയുന്നത് എല്ലുറപ്പുള്ള കവിത എന്നാണ്. പിന്നെ ഓണപ്പാട്ടുകാർ, ആ ഒരു കവിതാ സമാഹാരത്തിൻ്റെ അവതാരികയിൽ M.N. വിജയൻ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കാച്ചിക്കുറുക്കിയ കവിത എന്നുള്ള ഒരു വിശേഷണമാണ് എക്കാലത്തും നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് വൈലോപ്പിള്ളി കവിതകളുടെ ഒരു പ്രത്യേകതയായിട്ട്. അപ്പോൾ ഈ രണ്ട് വിശേഷണങ്ങളും വൈലോപ്പിള്ളി കവിതയുടെ ഭാവരൂപമായ തനിമ വിളിച്ചോതുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളെ കൂടുതൽ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അതൊക്കെ തന്നെയും വാക്യരചനാപരമായിട്ടും പദപരമായിട്ടും താളപരമായിട്ടൊക്കെ കൂടുതലും അടുത്ത് നിൽക്കുന്നത് എഴുത്തച്ഛൻ്റെയും കുമാരനാശാൻ്റെയൊക്കെ ആ ഒരു ശൈലിയോടാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിത്വം അദ്ദേഹത്തെ ഒരു റൊമാൻറ്റിക് റിയലിസ്റ്റിക്കായിട്ട് വിലയിരുത്തപ്പെടുന്നത്, അതായത് കാൽപ്പനികതയും റിയലിസവും കൂടെ കലർന്നിട്ടുള്ളൊരു മിക്സഡ് ആയിട്ടുള്ളൊരു കാവ്യരചനാ രീതിയാണ്. ചിലപ്പോഴെങ്കിലും ഒരു ക്ലാസിക് പാരമ്പര്യം ചില സന്ദർഭങ്ങളിൽ കവിതകളിൽ പ്രകടമാവാറുമുണ്ട്. അപ്പോൾ കൂടുതലും നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് വാക്യരചനാപരമായിട്ടും പദപരമായിട്ടും താളപരമായിട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ശൈലി എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെയും കുമാരനാശാൻ്റെയൊക്കെ ആ ഒരു ശൈലിയോട് അടുത്ത് നിൽക്കുന്നതായിട്ടാണ്. അധ്വാനത്തെ സൗന്ദര്യാധിഷ്ഠിതമായിട്ട് കാണുന്ന ഒരു ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യസങ്കല്പം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം തന്നെ ഉദാരവും വിശാലവും സാർവദേശീയവുമായൊരു വീക്ഷണത്തിൽ അടിയുറച്ചുള്ളതായിരുന്നു. വൈലോപ്പിള്ളിയുടെ സമഗ്രതാബോധം, അതുപോലെ സാമൂഹിക ബോധം, ഇതൊക്കെ തന്നെയും കവിദർശനത്തിൻ്റെ പ്രമുഖാംശങ്ങളാണെന്ന് പലരും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മനുഷ്യവർഗത്തിൻ്റെ നന്മ ആത്യന്തിക ലക്ഷ്യമായിട്ട് കരുതിയൊരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വാടാത്ത ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കവി കണ്ണടയ്ക്കുന്നില്ല എന്നും നമുക്ക് ദർശിക്കാനാവും. അതുപോലെ മനുഷ്യത്വം അജയ്യമാണെന്ന ബോധം, അതും ഈ വൈലോപ്പിള്ളി കവിതകളുടെ ഒരു അന്തർധാരയായിട്ടുണ്ട്. മലതുരക്കൽ, പന്തങ്ങൾ, ജലസേചനം, കേരള കവി തുടങ്ങിയ കവിതകളൊക്കെ തന്നെ ഈ മനുഷ്യത്വത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ മനുഷ്യൻ്റെ പൗരുഷത്തെയും കർമ്മവീര്യത്തെയും ശാസ്ത്രവികാസത്തിൻ്റെ പിന്തുണയോടുകൂടിയ നവയുഗ സംസ്കാരത്തെയും വൈലോപ്പിള്ളി പ്രകീർത്തിച്ചിട്ടുണ്ട് എക്കാലത്തും.
ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിയുമെന്ന് കവി സങ്കല്പിക്കുന്നത് മനുഷ്യത്വത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വരികളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചരിത്രബോധത്തിൻ്റെയും ശാസ്ത്രീയതയുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ യുക്തിഭദ്രമായി വൈലോപ്പിള്ളി ചിത്രീകരിച്ചു. അതുപോലെ തന്നെ ഏത് വിഷയത്തെയും രണ്ട് തലങ്ങളിലൂടെ നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു പാഠവും കൂടി കവിക്ക് ഉണ്ടായിരുന്നു. അതായത് വിരുദ്ധ തലങ്ങളിൽ വിഷയങ്ങളെ കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ വിത്തും കൈക്കോട്ടും എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: പുള്ളിമാനിൻ്റെ പുറകെ പുലിയെയും വസന്തവായുവിൽ വസൂരി രോഗാണുക്കളെയും കാണാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അപ്പോൾ ഒരു വിഷയത്തെ തന്നെ രണ്ട് രീതിയിലാണ് അദ്ദേഹം ദർശിച്ചിരുന്നത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ പ്രപഞ്ചഘടനയിൽ അടങ്ങിയിട്ടുള്ള വൈരുദ്ധ്യത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കവിതയുടെയൊക്കെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയപ്പെടുന്നത് അതിൽ സ്ഫുരിക്കുന്ന മനുഷ്യ സ്നേഹം തന്നെയാണ്. അതുപോലെ ഒറ്റയൊറ്റയായി കാണുന്ന ആകുലതകളെ പറ്റി വിലപിക്കാതെ ഏകജീവിതാനശ്വര ഗാനം ആലപിക്കാൻ ആഗ്രഹിക്കുകയും പുരുഷായുസ്സുകൾ വെണ്ണീറായും പുകയായും മണ്ണായും പൊലിഞ്ഞു പോയാലും പുത്തൻ തലമുറകളേന്തുന്ന പുതിയ ബന്ധങ്ങൾ പൊലിമയോടെ ഇവിടെയെങ്ങും എന്നും ജ്വലിക്കുമെന്നും ആ ചൂടും വെളിച്ചവും നവയുഗങ്ങളുടെ പൂന്തോപ്പുകൾ വിരിയിക്കുമെന്നും സ്വപ്നം കാണുകയും ചെയ്ത കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തന്നെ വരികളെ ചേർത്ത് വെച്ചുകൊണ്ടിട്ടാണ് ഇവിടെ അദ്ദേഹത്തെ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വൈയക്തിക ദുഃഖത്തിൽ ആണ്ടിരിക്കാതെ ജീവിതത്തെ അതിൻ്റെ വിശാല അർത്ഥത്തിലൊക്കെ വീക്ഷിക്കുവാനായിട്ട് കവി നമ്മളെ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഈ കന്നിക്കൊയ്ത്ത് എന്ന കവിതയിലേക്ക് പോകുമ്പോൾ അവിടെ പൊന്നുഷസിൻ്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാനാടക ഭൂവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. അതായത് ഒരു പുഞ്ചപ്പാടത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ. അവിടെ രാവിലെ തന്നെ പാടത്ത് എത്തിയ കർഷകരെ കുറിച്ചിട്ടാണ് കവിത അതിൽ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രഭാതരശ്മികൾ ചിതറിക്കിടക്കുന്ന ചുവപ്പും മഞ്ഞയായിട്ടുള്ള പ്രഭാതരശ്മികൾ ചിതറിക്കിടക്കുന്ന ഈ പാടത്ത് കൊയ്ത്തുകാർ അവരുടെ ഓരോ വേഷവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരികളിൽ പറയുന്നത്. കൊയ്ത്തുകാരുടെ വസ്ത്രധാരണത്തെ അതുപോലെ അംഗചലനങ്ങളൊക്കെ വിവരിച്ച് പറയുന്നുണ്ട്. അതായത് കെട്ടിയ മുടി ഒരു തുണി കൊണ്ട് പൊതിഞ്ഞും ഉടുത്തിരിക്കുന്ന വസ്ത്രം ഒരു വശത്തേക്ക് കുത്തിയും ഒന്നിച്ച് ഒരേപോലെ പാടത്ത് നിന്നിട്ട് അവർ കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ പുലർക്കാലത്തെ ഈ ചുവന്ന നിറത്തിലുള്ള ആകാശത്ത് വെളുത്ത മേഘങ്ങൾ നിരക്കുന്നത് പോലെ ആണ് ഈ ഒരു കൊയ്ത്തുകാരി ഈ പാടത്ത് നിരന്ന് നിൽക്കുന്നത് എന്ന് കവി ഉപമിക്കുകയാണ് ഈ കർഷകരെ. അതുപോലെ ഈ കന്നിപ്പാടത്തെ ജീവിതത്തിൻ്റെ ഒരു പ്രദർശനശാലയായിട്ട് കവി കൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കന്നിപ്പാടം എന്നുള്ളൊരു ദൃശ്യം നമ്മളിൽ കൊണ്ടുവരുന്നത് ജീവിതത്തിൻ്റെ പ്രദർശനശാലയായിട്ടാണ്. അതുപോലെ കർഷകരുടെ ഒരു ദിനചര്യ അതിലേക്ക് നമ്മൾ കവി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ ചുവന്ന നിറമുള്ള ആകാശത്തിലെ വെളുത്ത മേഘങ്ങളായിട്ട് കൊയ്ത്തുകാരെ കൽപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരം പുലരുമ്പോൾ തന്നെ കൃഷിയിടങ്ങളിൽ അവർ പണി തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരം എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് തുടർന്നുള്ള വരികളിൽ പണിക്കാർ തമ്മിൽ കൊയ്യുന്നതിനെ പറ്റിയിട്ട് നടത്തുന്ന ഒരു സംഭാഷണം, അവരുടേതായ സംഭാഷണമാണ് വരികളിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിരന്ന് കൊയ്യുക, അല്ലാതെ ആനയെ പോലെ കയറി കൊയ്യരുത്, താഴ്ത്തി കൊയ്യണം, തണ്ടുകൾ ചേറ്റിൽ പൂഴ്ത്തി തള്ളരുത്, നെല്ല് പൊന്നാണ്, പിന്നെ കൊച്ചു പെണ്ണേ നീ തത്തയെ പോലെ മണിക്കതിർ മാത്രം കൊത്തി വെച്ചാൽ പോരാ, കൊയ്യുവാനാണോ നീ വന്നത് അതോ മീനിനെ പിടിക്കാനോ, ചുമ്മാ നാക്ക് നീട്ടി സംസാരിച്ചാൽ മാത്രം പോരാ, ജോലി എടുക്കണം, ചുരുട്ട് കെട്ടാൻ കൈവിരുതുണ്ടോ അതോ നിനക്ക് തലക്കെട്ട് മാത്രമേ നന്നായി അറിയുകയുള്ളൂ എന്നിങ്ങനെയൊക്കെ അവർ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ തമ്മിൽ നൽകുന്നതായിട്ടൊക്കെ തുടർന്നുള്ള വരികളിൽ പറയുന്നുണ്ട്. പിന്നെ നന്നായി ചെങ്കതിർ കൊയ്തെടുക്കുന്നതിനോടൊപ്പം കൊയ്ത്തുകാർ ഇങ്ങനെ തമ്മിൽ പറയുമല്ലോ, കുശലം പറയൽ, അടക്കി പറയലൊക്കെ ഉണ്ടല്ലോ അവരുടെ ജോലിയുടെ ഇടയിൽ തന്നെ. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വരികളിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ പറയുന്നത് കൊയ്ത്ത് പാട്ടൊന്നും അവർ പാടുന്നില്ല. പക്ഷേ എന്താണ്, ആ ഗ്രാമത്തിലേതായ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ അവർ ഈ ജോലിയുടെ ഇടയ്ക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അതിലാണ് അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ധർമ്മ സംഭാഷണങ്ങളും
ഒക്കെ അവർ തമ്മിൽ ഇങ്ങനെ പറയുന്നത് അവരുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു രീതിക്കാണ്. അപ്പോൾ കർഷകരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി അവരുടെ ഒരു ദിവസത്തെ കവി പകർത്തി വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ അവർ പരസ്പരം നടത്തുന്ന ഈ ഒരു നർമ്മ സംഭാഷണങ്ങൾ നമുക്ക് അതിലൂടെ തന്നെ ആ തൊഴിലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അറിവും കൂടെ വായനക്കാർക്ക് പകർന്നു നൽകുന്നു ഈ ഒരു വരികളിലൊക്കെ തന്നെയും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും കവി അവരുടെ ആ ഒരു കൊയ്ത്ത് പാടം അല്ലെങ്കിൽ പുഞ്ചപ്പാടം എന്നുള്ള കൊയ്ത്ത് നടത്തുകൊണ്ടിരിക്കുന്ന ആ പാടത്തിൽ നിന്നിട്ട് മാറി അവരുടെ ഒരു ജീവിത മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അതായത് അവരുടെ തൊഴിലിടത്തിൽ നിന്നിട്ട് ജീവിത ഇടത്തിലേക്ക് കവി കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വാസം എന്ന് പറയുന്നത് തെങ്ങുംതോപ്പുകളുടെ തണലാർന്ന തീരഗ്രാമത്തിൽ വസിക്കുന്നവരാണ് അവർ. അവരുടെ മുന്നിൽ ഈ ഒരു കൊയ്ത്ത് കഴിഞ്ഞ പാടം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ വൈക്കോല് കരിച്ച് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഒരു കരിഞ്ഞ പാടത്താണ് വീണ്ടും അവർ വിത്തിറക്കി കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. ആ ഒരു ചര്യ പോലെ ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ ഈ കവി ശരിക്കും ജീവിതത്തോടാണ് ഉപമിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ മഹത്തായ ജീവിത സത്യത്തെ കവി ഇവിടെ അവതരിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. ദുഃഖത്തിൻ്റെ കെട്ടുപാടുകൾ ഉള്ളിലുള്ളപ്പോഴും തെളിഞ്ഞ മനസ്സോടെ ജീവിതം നയിക്കുന്ന കർഷകരാണ് അവർ. അതുപോലെ രോഗവും പട്ടിണിയുമാകുന്ന ചാഴികൾ, അതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ചാഴികളെ ഇവിടെ രോഗമായിട്ടും പട്ടിണിയായിട്ടും ആണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ രോഗവും പട്ടിണിയുമാകുന്ന ചാഴികൾ അവരുടെ ചോര ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന പ്രതിസന്ധികളെ മുഴുവൻ അവർ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ വൈക്കോൽ കരിച്ച പാടം എന്ന് പറയുന്നത് കർഷകരുടെ കഷ്ടത നിറഞ്ഞ ആ ജീവിതത്തിൻ്റെ പ്രതീകമായിട്ടും, അതുപോലെ പാടത്തെ ചാഴികളെ രോഗവും പട്ടിണി അവർ ഏൽക്കുന്ന രോഗവും പട്ടിണിയായിട്ടൊക്കെയാണ് ഇവിടെ ഉപമിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൃത്യു കൊയ്യുന്ന പാടമാണ് ജീവിതം എന്നുള്ളതാണ്, കർഷകരുടെ ജീവിതം എന്നുള്ളതാണ് ഇവിടെ കവി വരച്ച് ചേർത്ത് വച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള വരികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അവർ ഗ്രാമവാർത്തകളൊക്കെ പരസ്പരം കൈമാറിക്കൊണ്ടും നർമ്മ സംഭാഷണങ്ങളിലൂടെയൊക്കെ അവരുടെ അധ്വാന ഭാരം ലഘൂകരിച്ചു കൊണ്ടിട്ടാണ് അവരുടെ ആ ജോലി മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന വാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള വരികളിലൊക്കെ പറയുന്നത്. അതായത് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയതായിട്ട്, കന്യയെ തട്ടിക്കൊണ്ടുപോയി, അതുപോലെ തൂങ്ങി മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി, ഒരു പുത്രൻ തൻ്റെ അമ്മയെ തല്ലുന്ന രംഗം, അതൊക്കെ തന്നെയും ഇവരുടെ സംഭാഷണങ്ങളിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥയൊക്കെ പഴങ്കഥകളാണ്, പണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ അവരേറെ പുതുമയോടുകൂടിയാണ് അത് വീണ്ടും വീണ്ടും അവിടെ പറയുന്നതും കേൾവിക്കാരത് കേൾക്കുന്നതും. അത്രയ്ക്കും ഒരു എന്താ പറയുക, അതായത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം അതിലേക്കാണ് കവി വിരൽ ചൂണ്ടുന്നത്. നമ്മളെല്ലാവരിലും ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ തന്നെയായിരിക്കും. നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും അതൊരു കഥയായിട്ട് കേൾക്കാനും പറയുന്ന ആൾക്ക് പറയാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നാട്ടുവർത്താനം, അപ്പോൾ ആ ഒരു നാട്ടുവർത്താനത്തിലൂടെയും നേരം പോക്കിലൂടെയൊക്കെ തന്നെ അവർ ഈ ഒരു കഠിനമായ അവരുടെ ജീവിത ദുഃഖത്തെ മറക്കാനും അധ്വാന ഭാരത്തെ ലഘൂകരിക്കാനൊക്കെ അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഗ്രാമീണരുടെ കണ്ണീരിന് അധ്വാനത്തിൻ്റെ ഉപ്പുണ്ട് എന്നുള്ളതാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ കൊടിയ ദുഃഖത്തിലും ധീരമായിട്ട് അവർ ജീവിതത്തെ നേരിടുന്നുണ്ട്. മർത്യന് ജീവിത ദുഃഖങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് കാലം അതിൻ്റെ പ്രയാണം തുടരുന്നു എന്ന് കവി പറയുന്നിടത്താണ് ഈ ഒരു വരികളിലെ സന്ദർഭം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഗ്രാമീണ കർഷക സ്ത്രീകളുടെ ജീവിതത്തെയാണ് അദ്ദേഹം വരച്ച് ചേർത്തിരിക്കുന്നത്. ഒരു കർഷക സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ ഊർജ്ജസ്വലയായിട്ട് അവൾ കന്നിപ്പാടത്ത് തിളങ്ങും, പിന്നീട് ജീവിതഭാരം കൊണ്ട് കൂനിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ആദ്യം നല്ല എനർജറ്റിക് ആയിരിക്കും, പക്ഷേ പിന്നീട് അവളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴത്തേനും അവൾ കൂനിപ്പോവുകയാണ് ആ ജീവിതഭാരം കൊണ്ടിട്ട്. അതുപോലെ പണ്ട് ഉണ്ണിയാർച്ചയെ പോലെ വീര്യത്തോടെ കന്നിപ്പാടത്ത് കൊയ്ത്തിന് ഇറങ്ങിയിരുന്ന അവൾക്ക് ഇപ്പോൾ ഒരു നെൽക്കതിർ കുഞ്ഞെടുക്കാൻ തന്നെ ക്ലേശപ്പെടുകയാണ് അവൾ ചെയ്യുന്നത്. പിന്നെ എന്തോ പിറുപിറുത്തുകൊണ്ട് മാറി നിൽക്കുന്ന അവൾ പണ്ട് ഗ്രാമസംഗീത കിന്നരൻ താലി കെട്ടിയവളാണ് എന്ന് പറയുന്നത്. ഗ്രാമസംഗീത കിന്നരൻ താലി കെട്ടിയവളാണ് ഇപ്പോൾ എന്തോ പിറുപിറുത്തുകൊണ്ട് മാറി നിൽക്കുന്നത്. അതായത് നല്ലൊരു നാടൻ പാട്ടുകാരിയായിരുന്നു എന്നർത്ഥം. നാടൻ പാട്ടൊക്കെ പാടാനായിട്ട് മുന്നിലുണ്ടായിരുന്നവളായിരുന്നു എന്നാണ് അർത്ഥം. പാടം കോൾമയിർ കൊള്ളുകയും തെങ്ങ് അതിൻ്റെ ഓലപ്പാളിയാൽ ചലിപ്പിക്കുകയും ചെയ്തതിനൊപ്പം
മരണത്തിനൊപ്പം ഇവൾ വീര്യം തുളുമ്പുന്ന വടക്കൻ പാട്ടുകൾ പാടിയിരുന്നു എന്ന് പണ്ടത്തെ കാര്യമാണ് പറയുന്നത് അവളുടെ. അതുപോലെ കുടുംബജീവിത പ്രശ്നങ്ങൾക്ക് അടിപ്പെട്ടിട്ടും ജോലി ചെയ്തും ദുഃഖങ്ങൾ അഭിമുഖീകരിച്ചൊക്കെയാണ് ഇപ്പോൾ അവളുടെ ചോരനീരൊക്കെ വറ്റിപ്പോയി അവളുടെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശരീരം നാലും കൂട്ടി മുറുക്കിയ തമ്പലം പോലെ ആയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. ഒരിക്കൽ കിന്നാരം പാടിയിരുന്ന അവൾ ഇന്ന് ഒറ്റപ്പെട്ടവളായിട്ട് ദുഃഖങ്ങളോടൊക്കെ മല്ലിട്ട് ജീവിതത്തിൻ്റെ കഠിനാനുഭവങ്ങളൊക്കെ ഭ്രാന്തിയെ പോലെ അവളാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ തടിയിൽ തളച്ചിരുന്ന ചങ്ങലയുടെ പരിഹാസ കിലുക്കത്തിനിടയ്ക്ക് അവൾ തൻ്റെ പാട്ടുകൾ പാടി അവസാനിപ്പിച്ചു. പിന്നീട് അവളുടെ മതിഭ്രമത്തിന് ഭേദം വന്നുവെങ്കിലും അവൾക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ പാടാനാകില്ല. അപ്പോൾ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ആഴ്ന്നു പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് കരകയറി വന്നവളാണ് അവൾ, ആ ഗ്രാമീണ കർഷക സ്ത്രീ. പക്ഷേ അവളുടെ ആ മതിഭ്രമം അല്ലെങ്കിൽ ആ ഭ്രാന്തമായ അവസ്ഥ അവൾക്ക് അതിൽ നിന്ന് മോചനം വന്നുവെങ്കിലും ഒരിക്കലും ഇനി പഴയതുപോലെ ഊർജ്ജസ്വലയായിട്ട് കൊയ്ത്ത് പാടത്ത് പാട്ടും പാടി ഓടി നടക്കാനായിട്ട് അവൾക്ക് സാധിക്കില്ല. ഗ്രാമീണ കർഷകരുടെ ജീവിത ദുരന്തത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം ഈ ഒരു സ്ത്രീയുടെ ദുഃഖകഥയിലൂടെ കവി ഇവിടെ വരച്ചു ചേർത്ത് വച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് കവി വേറൊരു സ്ത്രീയെക്കുറിച്ച്, തൻ്റെ മനം കവർന്ന ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെക്കുറിച്ചും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഒരു കന്യക, അവൾ കൊയ്ത്തുകാരികളിൽ ഒരുവൾ തൻ്റെ ഓമലാളാണെന്ന് കവിയുടെ മനസ്സിങ്ങനെ പറയുകയാണ്. ഒരുവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ തന്നെ നോക്കുന്നുണ്ട്. പണ്ട് അവൾ എന്നിൽ കിനാവുകൾ പാകി എൻ്റെ പാട്ടിന് ചിറകുകളേകി കൗമാരശോഭ പൊന്മുട്ടിട്ടു നിന്ന ഒരുവളെ ആരോ വിവാഹം കഴിച്ച് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി. വിവാഹിതകളായി മറ്റു ദേശങ്ങളിലേക്ക് പോയവർ പോലും കുറേ കാലം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊയ്ത്ത് കാലത്ത് നാട്ടിലും വീട്ടിലും തിരിച്ചെത്തി കൊയ്യുവാൻ കൂടുന്നത് ഒരു പതിവാണ്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് പോയവർ നാട്ടിൽ പള്ളി പെരുന്നാളുണ്ട് അല്ലെങ്കിൽ ഉത്സവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരണ പോലെ അന്ന് കൊയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ്, കൊയ്ത്തുത്സവം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു രീതിക്ക് നാട്ടിൽ കൊയ്ത്ത് നടക്കുമ്പോഴത്തേനും വിവാഹിതകളായി പോയ സ്ത്രീകൾ അന്നാളുകളിൽ തിരിച്ചെത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് ഈ കവിയുടെ മനം കവർന്നൊരു സുന്ദരിയാണ് അവൾ. അപ്പോൾ അവളെ ഓർത്തെടുക്കുന്നുണ്ട് ഇതുപോലെ കവി. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ അവരും ഇതുപോലെ തിരിച്ച് നാട്ടിൽ ഈ വിവാഹിതയായിട്ട് പോയിട്ട് തിരിച്ച് ഈ കൊയ്ത്തുത്സവത്തിൻ്റെ നാട്ടിലെത്തുമ്പോഴത്തേനും ഇവിടുത്തെ ഈ സ്ത്രീകളോടൊപ്പം കൊയ്യുവാനായിട്ട് ഇവരും കൂടും. അങ്ങനെ തൻ്റെ പഴയ കാമിനിയും അതുപോലെ ഇപ്പോഴോ മറ്റെപ്പോഴെങ്കിലുമൊക്കെ എത്തിച്ചേരാമെന്ന് കവി പറയണേണ്. ജീവിതത്തിൻ്റെ കഠിന പ്രഹരങ്ങളേറ്റ് മനസ്സിനും ശരീരത്തിനും മാർദ്ദവം നഷ്ടപ്പെട്ടുവെങ്കിലും കൊയ്ത്ത് പാടത്ത് ഫലിതം പറയത്തക്കവണ്ണം ധീരമായി ഇരുന്നേക്കാം അവളുടെ മനസ്സ്. അവൾ മറ്റേ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞില്ലേ മതിഭ്രമം ബാധിച്ചു എന്നൊക്കെ, അതുപോലെ അല്ലായിരിക്കാം ഇവളും ജീവിതത്തിൻ്റെ കഠിന പ്രഹരങ്ങളെ ഏറ്റിട്ട് മനസ്സിനും ശരീരത്തിനൊക്കെ മാർദ്ദവം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ കൊയ്ത്ത് പാടത്ത് പഴയതുപോലെ തന്നെ ഫലിതം പറയത്തക്കവണ്ണം അവൾക്ക് ഇപ്പോഴും ആ ഒരു ധീരയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും അവളിപ്പോഴും. എന്നാൽ അന്ന് ആ മഹാധൈര്യത്തിൻ്റെ മഹത്വം പാടി പുകഴ്ത്തുവാൻ ഗായകനായ ഞാൻ കൂടെ ഉണ്ടാകുമോ എന്നൊക്കെ കവി ഇവിടെ സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള വരികളിലേക്ക് പോകുമ്പോഴത്തേനും കവിയുടെ ഒരു ദാർശനികത വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കവിയുടെ ഒരു ദർശനം അതാണ് അവതരിപ്പിച്ച് വെക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതം കരുണയില്ലാതെ തല്ലി തകർക്കുകയും മരണത്തിന് വിളവെടുക്കാനായി വെച്ച് നീട്ടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു പ്രകൃതി നിയമം പോലെ മരണം എന്നുള്ളത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഉണ്ടാവേണ്ടതുമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ മരണത്താൽ ഇങ്ങനെ ജീവിതം അർത്തെടുക്കപ്പെടുമ്പോഴും അതിൻ്റെ തുടർച്ചയായിട്ട് സന്താന പരമ്പരയൊക്കെ സ്ഥാപിച്ചു പോകുന്നുണ്ട് എന്ന് പറയുന്നതാണ്. അതായത് കൊടിയ ദാരിദ്ര്യത്തിന് നടുവിലും ഈ കർഷകരുടെ ഒരു പ്രത്യേകതയാണ്, അവർ കുറച്ച് വിത്ത് എപ്പോഴും സൂക്ഷിക്കും. അത് 10 ഇരട്ടിയായിട്ട് വീണ്ടും വിളവെടുക്കുക എന്നുള്ളൊരു അർത്ഥം വെച്ചിട്ട് അവർ സൂക്ഷിക്കും. എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും അത് അനക്കില്ല. അപ്പോൾ ആ ഒരു കർഷകരുടെ രീതി അതുപോലെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നതാണ്. കന്നിക്കൊയ്ത്തിനായിട്ട് ആദ്യം ഈ മണ്ണിൽ നട്ട വിത്തുകൾ പിന്നെ പൊന്നല അലച്ചെത്തി എത്രയോ കൊയ്ത്ത് പാടത്തിൽ വിളയായി കൊയ്തെടുക്കപ്പെടുന്നു എന്ന് കവി പറയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണെന്ന് പറയുന്നതാണ് ജീവിതം. എന്താണ്, മരണത്താൽ അർത്തെടുക്കപ്പെടുമ്പോഴും ജീവിതം അതിൻ്റെ തുടർച്ചയായിട്ട് സന്താന പരമ്പരയെ സ്ഥാപിച്ചു പോകുന്നു. വയലിൽ വിത്ത് വിതയ്ക്കുന്നത് കൊയ്തെടുക്കാനാണെന്നും ജീവിതം അതിൻ്റെ വിത്ത് വിതയ്ക്കുകയും മരണം കൊയ്തെടുക്കുകയും ചെയ്യുന്നു. അതാണ് കവിയുടെ ഒരു ജീവിത ദർശനം എന്ന് പറയുന്നത്. വയലിൽ വിത്ത് വിതച്ചിട്ട് അത് കൊയ്തെടുക്കുന്നത് പോലെ ജീവിതം അതിൻ്റെ വിത്ത് വിതയ്ക്കുകയും മരണം കൊയ്തെടുക്കുകയും ചെയ്യുന്നു എന്ന് കവിയുടെ പറയാണ്.
മരണം തൊട്ട് മുമ്പിലുള്ളപ്പോൾ പോലും ജീവിതത്തെ മനുഷ്യർ വളരെയധികം ആർത്തിയോടുകൂടി വാരിപ്പുണരും. അപ്പം ഇവിടെ കവി ഈ ഗ്രാമീണ ജനതയുടെ ഒരു വിശ്വാസത്തെ കവിയുടെ തന്നെ വിശ്വാസമായിട്ട് കവി പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അതായത് ഇപ്പോൾ കന്നിപ്പാടത്ത് സ്വർഗം തീർത്ത് ഓടി നടന്ന ആ ഒരു കന്യകയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു കന്യക കണ്ണീർ ചാലിൽ മണ്ണടിഞ്ഞു പോയി മരിച്ചു പോയാൽ തന്നെയും അവളുടെ പിൻതലമുറ വീണ്ടും ഇതുപോലെ തന്നെ അതൊന്നും ഓർക്കണം എന്നില്ല, വീണ്ടും കന്നിപ്പാടത്ത് കൊയ്ത്തിന് പഴയതുപോലെ തന്നെ എത്തും. ഇത് കവി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ഗ്രാമീണ ജനതയുടെ വിശ്വാസവും. അതായത് കൊയ്ത്ത് പാട്ട് പാടാനായിട്ടൊരു കവി ഉണ്ടാവുമെന്നും സ്നേഹിക്കാനായിട്ടൊരു ഗ്രാമീണ കന്യക അല്ലെങ്കിൽ ഒരു കാമുകി ഉണ്ടാകും എന്നൊക്കെ തന്നെയും ഈ ഗ്രാമീണ ജനത വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു പൊരുളാണ് അവരുടെ ജീവിതത്തിന് ശക്തി പകർന്നു കൊടുക്കുന്നത്. ഇത് കവിയുടെ തന്നെയും വിശ്വാസമാണ്, അതുപോലെ ആ ഗ്രാമീണ ജനതയുടെയും വിശ്വാസമാണ്. അവരത് യുക്തിചിന്തയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അവർ ആ പൊരുളിനെ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്നും സൂക്ഷിക്കുന്നുണ്ട്. അത് അവർക്ക് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്ര ദുഃഖമുള്ളവരാണെങ്കിലും ശുഭാപ്തി വിശ്വാസികളായിട്ടാണ് അവരെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് അവർ ദുഃഖാധിക്യത്തിലും സഹജമായൊരു നർമ്മരസം വിടാതെ അവർ ദുഃഖത്തെ ചെറുത്ത് നിർത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു ഈ പാടത്തെ ജീവിതത്തോടാണ് ഉപമിച്ച് എന്ന് പറഞ്ഞുല്ലോ. അതായത് പാടത്ത് സംഭവിക്കുന്നത് എന്താണ്? ആദ്യം വിത്തിടുന്ന്, പിന്നെ അത് കതിരാകുന്നു, അത് വിളവെടുക്കാൻ സമയമാകുമ്പോഴത്തേന് കർഷകർ വന്ന് വിളവെടുക്കുന്നു. അപ്പോൾ ജീവിതത്തോടൊന്ന് തുലനം ചെയ്ത് നോക്കിയേ, ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതുജന്മം ഉണ്ടാകുന്നു, അത് വളരുന്നു, അത് ജോലിയെടുക്കുന്നു, അത് ഊർജ്ജസ്വലതയായിട്ട് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നീട് അത് തളർന്ന അവശയാകുന്നു, ഇല്ലാതാകുന്നു, വീണ്ടും അവിടെ അതിൻ്റെ പിന്തലമുറ വരുന്നു, അവരും പഴയ രംഗങ്ങളൊക്കെ തനിയാവർത്തനം, അതിൻ്റെ ഒരു തനിയാവർത്തനം. ഇത് തന്നെയാണ് ആ പാടത്തും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് കവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഉപമിച്ച് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് കവി ഒരു ത്രികാല ദർശന ശക്തി അവിടെ കവിയിൽ പ്രകടമാകുന്നുണ്ട്. വ്യക്തി മൃത്യുവിന് സാമൂഹ്യ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ കഴിയുകയില്ല. മൃത്യു എത്ര അജയനായ വിജിഗീഷുവായിരുന്നാലും അതായത് ഒരാളുടെ മരണം കൊണ്ട് ഈ ഭൂമിയിലൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ കുറേ തത്വമൊക്കെ പറയുമല്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഈ ജീവിതത്തെയും ഈ ഒരു കന്നിപ്പാടത്തെയും കൂടെ ഉപമിച്ച് വെച്ചിരിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിന് ഉപോത്ബലകമായിട്ടുള്ളത് കേട്ടോ. കുറേ ദർശനങ്ങളാണ് പിന്നീട് അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുന്നത്. തലമുറകൾ നശിച്ചാലും ജീവിതം അവസാനിക്കാതെ ആദ്യം മുതൽ വർദ്ധിച്ച് മുന്നോട്ട് പോകും. ഒരാൾ മരിക്കുമ്പോൾ അതിനെ മരണമായി കാണാതിരിക്കുകയും ജീവിതത്തിൻ്റെ തുടർച്ചയായി കാണുകയും വേണം എന്നാണ് പറയുന്നത്. എന്നും ഒറ്റയായ ദുഃഖങ്ങളെ അല്ലെങ്കിൽ മരണങ്ങളെ വേദനയോടെ നിരീക്ഷിക്കുന്നതിന് പകരം ജീവിതത്തിൻ്റെ സമഗ്ര സാഹചര്യത്തിൽ നിരീക്ഷിക്കുമ്പോൾ മനുഷ്യന് ദുഃഖം സുഖമായി തീരുന്നു എന്നാണ് കവി വിവരിക്കുന്നത്. അങ്ങനൊരു ശുഭാപ്തി വിശ്വാസം നിറയ്ക്കുന്ന രീതിയിലുള്ളൊരു ദർശനമാണ് കവി നമ്മളുടെ മുന്നോട്ട് വയ്ക്കുന്നത്. മൃത്യുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രഭാപൂർണമായിത്തീരുന്ന ജീവിതം തന്നെയാണ് കന്നിക്കൊയ്ത്തിലെയും പ്രമേയം പറഞ്ഞുവല്ലോ. കാൽപ്പനികമായ അതിവൈകാരികത ഒഴിവാക്കിക്കൊണ്ട് ധൈഷണികമായ സന്തുലിതത്വത്തോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന കവി ജീവിതത്തിൻ്റെ നിസ്സഹായ ഭാവത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കാലബദ്ധമായ വ്യക്തി ജീവിതത്തിൻ്റെ ക്ഷണികതയെ അനിഷേധ്യമായ യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാലത്തിൻ്റെ തല്ലുകൾ ഏൽക്കുമ്പോഴും നേരം പോക്ക് പറയാനുള്ള മനുഷ്യൻ്റെ ധീരത തിരിച്ചറിയുന്നുണ്ട്. ദുരന്തത്തിൽ കലാശിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അപ്പുറമായിട്ട് മരണത്തെ അതിവർത്തിക്കുന്ന ജീവിത മഹാപ്രവാഹത്തെ കണ്ടെത്തി അതിൽ ഊറ്റം കൊള്ളുന്നുണ്ട്. അതായത് നമ്മളെപ്പോഴും മൃത്യു എന്ന് പറയുമ്പോൾ മൃത്യു ഒരു ഭീതി ജനിപ്പിക്കും അല്ലെങ്കിൽ ഒരു നിരാശ ജനിപ്പിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. മൃത്യുവിനെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു എന്താ പറയുക, അതിനെ ഒരു ഊറ്റം കൊള്ളുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാനുള്ളൊരു ദർശനമാണ് കവി നമുക്ക് നൽകുന്നത്. വിശദാംശങ്ങളിൽ വൈഭിന്യം പുലർത്തുമ്പോഴും ജീവിതം എവിടെയും എക്കാലത്തും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാഹത്തിന് ഒരു നൈരന്തര്യമുണ്ട്. ഈ അനുസൃതമായ ജീവിത പ്രവാഹമാണ് മരണത്തെ വെല്ലുവിളിക്കുന്നത് എന്ന് ഡി ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിരീക്ഷിക്കുന്നുണ്ട്. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ, ഇത് കവി പറയുന്നതാണ് കേട്ടോ, എന്ന് കവി പ്രഖ്യാപിക്കുമ്പോൾ ജീവിതം എന്ന മഹാപ്രവാഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കവിതയിലെ വരികളാണ്. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ. അപ്പോൾ ഇതിനുകൊണ്ട് ജീവിതം എന്ന മഹാപ്രവാഹത്തെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അതായത് മൃത്യുവിൻ്റെ സാന്നിധ്യം നമ്മളെ തളർത്തിക്കളയരുത്, അവിടുന്ന് പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പാണ് വേണ്ടത്. ഇതിങ്ങനെ ജീവിതത്തിൻ്റെ നൈരന്തര്യമായൊരു പ്രക്രിയയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുള്ള രീതിക്ക് കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു കവിതയിൽ നിന്ന് കവിയുടെ വ്യക്തിപരത, അതുപോലെ സാമൂഹികത, മൃത്യു, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തനതായ വീക്ഷണം അത് നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്ന ഒരു കവിതയാണിത്. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാർ അവരുടെ ആ ഒരു വിയർപ്പൊഴുക്കി അവർ നേടുന്ന ആ ഒരു അധ്വാന ഫലം, അതിനോടൊക്കെ കവിക്കുള്ള ആ ഒരു മമത, അതാണ് ഈ ഒരു കന്നിക്കൊയ്ത്ത് എന്ന് പറഞ്ഞ കവിതയിൽ കവി വെളിപ്പെടുത്തി തരുന്നത്. ഈ കൃഷിപ്പാടം എന്ന് പറയുന്നത് അവിടുത്തെ കർഷകർ കവിയുടെ ഒരു സർഗാത്മക ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അധ്വാനം കൈമുതലായുള്ള കീഴാളവർഗത്തിൻ്റെ ആത്മശുദ്ധി, അതുപോലെ അവരുടെ അധ്വാനത്തിൻ്റെ മഹത്വം, ഇതൊക്കെ തന്നെയും കവിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമഗ്രമായ ജീവിതാവബോധത്തോടെ ജീവിതത്തിൻ്റെ അനുസ്യൂതിയെക്കുറിച്ചുള്ള തിരിച്ചറിവോടെ മുന്നേറുകയാണ് വേണ്ടത് എന്നുള്ളൊരു സന്ദേശമാണ് ഈ കവിത നമുക്ക് പകർന്നു തരുന്നത്. അതായത് വ്യക്തിപരമായ ദുഃഖങ്ങളെക്കുറിച്ച് നമ്മളൊരിക്കലും വ്യാകുലപ്പെടരുത്. ഏകജീവിതാനശ്വര ഗാനം കൗതുകത്തോടെ ആലപിക്കാൻ കവി ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. മൃത്യുവിനെ ഭയക്കണ്ട എന്നുള്ള രീതിയിലാണ്. അതായത് ജീവിതത്തിൻ്റെ ഫലം മൃത്യുവാണ്, അത് മൃത്യുവാണെന്നും മൃത്യുവിൽ നിന്നാണ് ജീവിതത്തിൻ്റെ വിത്തുകൾ ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് മൃത്യു ദുഃഖിക്കാൻ ഉള്ളതല്ല എന്നും ജീവിതത്തിൻ്റെ അന്തിമമായ സമാഹരണമാണ് മരണമെന്നുമുള്ള ഒരു ആശയത്തിലേക്ക് കവി നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 7 ഭാവ തീവ്രത ഈ കവിതയിൽ കവി കൊണ്ടുവരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ഇതിൻ്റെ ഒരു ഭാവവികാസം എന്ന് പറയുന്നത് 7 തലങ്ങളിലാണ്. അത് ആദ്യത്തെ 2 ഇരടിയിൽ ഗ്രാമജീവിത കഥാനാടക വേദിയായിട്ട് പുഞ്ചപ്പാടത്തെ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു പാടം എന്ന് പറയുന്നത് ജീവിതമാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു. അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞായിരുന്നു. ആദ്യത്തെ ആ ഒരു രംഗം അവതരിപ്പിക്കുന്നത് പുഞ്ചപ്പാടം എന്ന് പറഞ്ഞാൽ പൊന്നുഷസിൻ്റെ കൊയ്ത്തിൽ നിന്ന് ഊരി ചിന്നിക്കിടക്കുന്ന കതിരുകളുടെ വെളിച്ചത്തിൽ ശോഭിക്കുന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അപ്പോൾ പറഞ്ഞായിരുന്നു കൊയ്ത്തുപാടം ജീവിതത്തിൻ്റെ ബിംബമാണെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഓരോ ഇരടിയിൽ കവിത നിറയ്ക്കാനായിട്ടും അതുപോലെ വർണ്ണനകളിൽ പരമാവധി ഔചിത്യം പാലിക്കാനായിട്ടുള്ള നിഷ്ഠയൊക്കെ ഈ ഒരു വരികളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് കവി. അതുപോലെ കൊയ്ത്തുപാടത്തിൻ്റെ പശ്ചാത്തലമായ ഉഷസ്സിനും കൊയ്ത്തിൻ്റെ അസംസ്കൃതമെങ്കിലും ഗ്രാമീണമായ ചാരുത അണിയിച്ചിരിക്കുന്നതായിട്ട് ആ ഒരു പ്രഭാതത്തിനും അങ്ങനെ ഒരു ചാരുത കൊടുത്തിരിക്കുന്നതായിട്ടൊക്കെ ആ വരികളിൽ നമുക്ക് ദൃശ്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചെറിയ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഈ സ്ത്രീകളുടെ ഉത്സാഹത്തിമിർപ്പോടു കൂടിയുള്ള വെറ്റമുറുക്കിയിട്ടുള്ള ആ ഒരു അവരുടെ പണിയെടുക്കൽ, അതിനെക്കുറിച്ചിട്ടൊക്കെ, അതായത് ഓരോ വ്യക്തികളിലേക്കുമല്ല കവി ചൂണ്ടിക്കാണിക്കുന്നത്, ഓരോ വ്യക്തികളെയും അല്ല, ഒരു കൂട്ടത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ദൂരെ നിന്നിട്ട് ദർശിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുക. അതായത് എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രസന്നമായ ഭാവമാണ്, പക്ഷേ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് അവർ ആ ഒരു ഭാവത്തോടു കൂടി അവിടെ ജോലി ചെയ്യുന്നത്. അതായത് വേദനകളൊക്കെ മറന്നുകൊണ്ട്. അപ്പോൾ ആ ഒരു ഉത്സാഹത്തിമിർപ്പ് കൊണ്ടിട്ട് തന്നെ നമുക്ക് അവരുടെ ആ ഒരു വിഷാദം അല്ലെങ്കിൽ ആലസ്യം അതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ കൊയ്ത്തരിവാളുകളുടെ കലമ്പൽ കേൾക്കുന്നതായിട്ട് നമുക്ക് അതിൽ നിന്ന് തോന്നിപ്പോകും. അതുപോലെ കൊയ്ത്ത് പാടത്തു നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ, അവർ പരസ്പരം നൽകുന്ന നർമ്മരസം കലർന്ന സംഭാഷണങ്ങൾ, കുശലങ്ങൾ, അതൊക്കെ തന്നെയും നമുക്കവിടെ കവി അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ധ്വനി ഉണ്ടോയെന്ന് ഈ കവിതയെ നിരീക്ഷിച്ച് ഒരു വ്യക്തിയാണ് ഡി ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നതായിട്ടുണ്ട്, ഈ ഒരു കൊയ്ത്തരിവാളിൻ്റെ കലമ്പലും അവരുടെ പരസ്പരമുള്ള സംഭാഷണമൊക്കെ വേറെ എന്താ ധ്വനിപ്പിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. സാമുദായിക ജീവിതത്തിൻ്റെ തന്നെ ഒരു കലപില ശബ്ദം അവിടെ കാണാനില്ലേ എന്നുള്ളത് നമുക്ക് ഇദ്ദേഹം നിരീക്ഷിച്ചതാണ്, ഡി ബെഞ്ചമിൻ നിരീക്ഷിച്ചതാണത്. അങ്ങനെ ഒരു കലമ്പലല്ലേ അത് എന്നുള്ളത്. പിന്നെ അടുത്ത വരികളിലേക്ക് പഞ്ചവർണ്ണ കിളിയുടെ ആട്ടം, കൊയ്ത്ത് പാടത്ത് അവശേഷിക്കുന്ന കുറ്റികളും വൈക്കോലും ചുട്ടരിച്ച ചാമ്പലിൽ നിന്ന് ഏറെ ആരോഗ്യത്തോടെ തെഴുത്ത് വരുന്ന ഞാറ് പോലെ അതായത് ചുട്ടരിച്ച ആ ഒരു വയലിലേക്കാണ് വീണ്ടും വിത്തിറക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും തെഴുത്ത് വരുന്ന ആ ഒരു ഞാറ് പോലെ അനേകം മരണങ്ങളുടെ ചാരത്തിൽ നിന്ന് തെഴുത്തുയരുന്ന പുതിയ തലമുറ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വസ്തുതയാണ് ഞാൻ, അതായത് ആ ഒരു പാടത്തെ ജീവിതത്തിൻ്റെ തന്നെ അവസ്ഥയോട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞില്ലേ, ആ ഒരു കാര്യമാണ് പറയുന്നത്. പലപ്പോഴും രോഗദാരിദ്ര്യങ്ങളുടെ ചാഴി അവരുടെ കരുത്ത് ഊറ്റിക്കളയുന്നതായിട്ട് കാണാമെങ്കിലും പ്രേമത്തിൻ്റെ പഞ്ചവർണ്ണക്കിളീനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു രീതിക്കാണ്, പ്രണയം എന്നുള്ള രീതിക്കാണ്. പ്രേമത്തിൻ്റെ പഞ്ചവർണ്ണക്കിളി ഹൃദയത്തിൻ്റെ കതിർകൊത്തി അവിടെ പാറി നടക്കുന്നു എന്ന് മാത്രമല്ല, വേദനയുടെയും യാതനകളുടെയും കൊടും പായലിന്മീതെ തെളിയുന്ന ആനന്ദത്തിൻ്റെ തെളിനീരിൽ ഉത്സാഹത്തിൻ്റെ നെല്ലിപ്പൂന്തോട്ടം തഴയ്ക്കുകയും ചെയ്യുന്നു. വളരെ കാവ്യാത്മകമായിട്ടാണ് കേട്ടോ ഇവിടെ
പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് വൈലോപ്പിള്ളി കാണുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരു പുഞ്ചപ്പാടത്തെ, ഒരു കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെയൊക്കെ വ്യക്തികളുടെ ജീവിതം, ഒരു വ്യക്തിയുടെ അല്ല, ഒരു കൂട്ടം വ്യക്തികളുടെ, കർഷക ജീവിതം നയിക്കുന്ന ജനതയുടെ ആ ഒരു ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാട്ടിത്തരുന്നത്. അപ്പോൾ അതും അങ്ങനെ മാത്രമല്ല, ജീവിതത്തെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കി കാണാനായിട്ട് കവി നമ്മളോട് ഈ ഒരു കവിതയിലൂടെ ആഹ്വാനം ചെയ്യുന്നതായിട്ടും നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതായത് മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ലെന്നും പുതിയൊരു ജന്മത്തിലേക്കുള്ള നാമ്പെടുപ്പാണ് അത് എന്നുള്ളതൊക്കെ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ദുഃഖിക്കരുത് എന്നുള്ളൊരർത്ഥത്തിൽ ഈ കവിത പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാട്ടിത്തരുന്ന കവി പാടാനാവാതെ വെറും പയ്യാരം പറയുന്ന ആ കൊയ്ത്തുകാരികളുടെ അടുത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ അവരുടെ പയ്യാരം പറച്ചിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന കഥകൾ എന്ന് പറയുന്നത് ചിരപുരാതനങ്ങളാണ്. പറഞ്ഞല്ലോ, പഴങ്കഥകളാണ്. അവർ വീണ്ടും വീണ്ടും അത് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ മുൻ തലമുറക്കാർ പറഞ്ഞതും ഈ ഒരു കഥയൊക്കെ തന്നെയാണ്. കൊയ്ത്തുപാടത്ത് ഉത്സാഹത്തിമിർപ്പോടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തന്നെ അനുരാഗവായ്പോടെ കടാക്ഷിക്കുന്ന പെൺകിടാവിൻ്റെ ജീവിത ദുരിതവും കവി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് കവി സ്നേഹിച്ചൊരു പെൺകിടാവിൻ്റെ കാര്യം പറയുന്നില്ലേ, അങ്ങനെ ഒരു കാര്യവും കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓരോ കൊയ്ത്ത് കഴിയുമ്പോഴും ഒത്തിരി വിത്ത് കരുതി വയ്ക്കപ്പെടുന്നുണ്ട്. പറഞ്ഞുവല്ലോ, 10 വിത്ത് കരുതി വയ്ക്കും എന്ന് പറഞ്ഞു. 10 ഇരട്ടിയായിട്ട് പൊൻവിളയിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് കരുതി വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജീവിതം വിതറി മൃത്യു കൊയ്യുന്ന ഗ്രാമപാടത്ത് സംഭവിക്കുന്നതും അത് തന്നെയാണ് എന്ന് പറയുന്നതാണ്. ജീവിതത്തെ അനുസ്യൂതം നിലനിർത്താൻ വേണ്ടി പുതിയ സന്താന പരമ്പര ആവിർഭവിക്കുന്നു. മരണത്തിൻ്റെ ചാരത്തിൽ നിന്ന് പുതിയ ജീവിതം, അതാണ് അതിൽ പറയുന്നത്. ആ ജീവിതത്തിനാകട്ടെ മൗലികമായ വ്യത്യാസം ഒന്നുമില്ല. നാളത്തെ ഗായകനായ കാമുകൻ ഇന്നത്തെ കവിയുടെ തന്നെ പ്രതിച്ഛായയാണ്. നാളെ അനുരാഗത്തിൻ്റെ കണ്ണേറോടെ കൊയ്യാനെത്തുന്ന തരുണി ഇന്നത്തെ കാമുകിയുടെ തുടർച്ചയാണ്. അതായത് ഈ കഥ വീണ്ടും വീണ്ടും ഒരു തനിയാവർത്തനമാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് അനുമാനിച്ചെടുക്കാൻ പറ്റും. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണു തുറന്നു പിടിച്ചൊരു കവി എന്ന് നമുക്ക് അദ്ദേഹത്തെ പറയാനായിട്ട് പറ്റും, വൈലോപ്പിള്ളി ശ്രീധരമേനോനെ. അതായത് കാൽപ്പനിക ഭംഗിയിൽ അദ്ദേഹം അഭിരമിച്ചിട്ടില്ല എന്നും പുതിയ കാലത്തിൻ്റെ ചലനാത്മകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കവിത രചിക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. വരികളുടെയും വാക്കുകളുടെയും തിരഞ്ഞെടുപ്പിൽ പുലർത്തിയിരിക്കുന്ന സൂക്ഷ്മത പോലും ആ നിലയിൽ നമുക്ക് ശ്രദ്ധേയമാണ്. മാനസിക വ്യാപാരങ്ങളെയും ജീവിതത്തിൻ്റെ നിസ്സഹായതയും അതിജീവന ശ്രമങ്ങളെയും അദ്ദേഹം കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം രചിച്ച കന്നിക്കൊയ്ത്ത് മലയാളത്തിലെ ഒരു ഭാവുകത്വ പരിവർത്തനത്തിന് തുടക്കം കുറിച്ച കവിതയാണെന്ന് പറയാൻ സാധിക്കും. ആധുനികമായ ജീവിതബോധത്തിൻ്റെ വെളിച്ചത്തിൽ കേരളീയ അനുഭവങ്ങളുടെ ആഴവും സങ്കീർണതയും അദ്ദേഹം ഈ കവിതകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കനവും കാതലുമുള്ള കവിതകളായിരുന്നു വൈലോപ്പിള്ളിയുടേത്. മൃത്യുബോധം വൈലോപ്പിള്ളി കവിതകളുടെ പ്രധാന സവിശേഷതയാണ്. അത് എടുത്തു പറയേണ്ടതാണ്. മൃത്യുബോധം വൈലോപ്പിള്ളി കവിതകളുടെ പ്രധാന സവിശേഷതയാണ്. ജീവിതത്തെ പ്രകൃതിയുടെ ഭിന്നഭാവങ്ങളുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കാനുള്ള ശ്രമം വൈലോപ്പിള്ളി കവിതകളുടെ മുഖമുദ്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കവിതയെക്കുറിച്ച്, കവിയുടെ കാവ്യരചന പ്രത്യേകതകളെക്കുറിച്ച്, കവിയുടെ ദർശനത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത്. ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വൈലോപ്പിള്ളിയുടെ കാവ്യജീവിതത്തെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളൊരു എസ്സേ, പിന്നെ വിജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൻ കുടിപ്പടം താഴ്ത്താൻ, ഈ വരികളിൽ പ്രകടമാകുന്ന ജീവിത ദർശനം വിശദമാക്കാനായിട്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. പിന്നെ പറയാനുള്ളത് ശാസ്ത്രയുക്തിയും തത്വചിന്തയും വൈലോപ്പിള്ളി കവിതകളിൽ, അത് ഒന്നിലധികം കവിതകൾ എടുത്തിട്ട് വിലയിരുത്താനായിട്ട് ഒരു എസ്സേ. അത്രയൊക്കെയാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്.